പെരുമ്പാവൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സുഭാഷ് മൈതാനി നവീകരിക്കുന്നതിനും തനിമ നിലനിർത്തി പൊതുപരിപാടികൾ നടത്തും വിധം സജ്ജീകരിക്കുവാനും 2 കോടി രൂപ ഈ സാമ്പത്തിക വർഷം വിനിയോഗിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ അറിയിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി PWD ഉദ്യോഗസ്ഥർ സുഭാഷ് മൈതാനി സന്ദർശിക്കുകയും പ്രാരംഭ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഗ്രൌണ്ടിലെ സ്റ്റേജും ബാത്റൂമുകളും ഉൾപ്പെടെയുള്ളവ സാമൂഹ്യവിരുദ്ധർ കൈയടക്കി മലിനമാക്കുകയും മയക്കുമരുന്ന് വിപണന ഇടമായി മാറ്റുകയും ചെയ്തത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പുതിയ സംവിധാനങ്ങൾ വരുന്നതോടെ ഈ സ്ഥിതി മാറുമെന്നും എംഎൽഎ പറഞ്ഞു. നിലവിൽ ഈ മൈതാനം ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. എന്നാൽ അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ അഭാവം മൂലവും മറ്റ് കെട്ടുറപ്പ് ഇല്ലായ്മ മൂലവും നിരവധി സാമൂഹ്യ വിരുദ്ധരും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പത്രമാധ്യമങ്ങളുടെയും പൊതുവായും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു സ്റ്റേഡിയമാക്കി ഇതിനെ മാറ്റാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നു. വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാനും ലഘുവ്യായാമങ്ങൾ നടത്താനും ഒപ്പം വലിയ പരിപാടികൾ സംഘടിപ്പിക്കാനും ഉതകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുവാനാണ് PWD ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിടെ ആളുകൾക്ക് വന്നിരിക്കാനും വ്യായാമം ചെയ്യാനും നല്ല ഒരു അറ്റ്മോസ്ഫിയറും അതോടൊപ്പം ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെ മനോഹരമായ രീതിയിലേക്ക് അത് മാറ്റാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ വിങ് വന്ന് ഇന്നലെ സ്ഥലം പരിശോധിച്ചു. അതിന്റെ ടോട്ടൽ സ്റ്റേഷൻ സർവേ എടുത്തു. ഇനി അത് ഉടൻ തന്നെ നന്നായി ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ASM TSM വാങ്ങി നമുക്ക് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ കഴിയും. 1 വർഷത്തിനുള്ളിൽ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാർട്ടിക്കിനാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുൻ ചെയർമാൻ ബിജു ജോണും അതിനു മുമ്പുള്ള ശ്രീ സക്കീർ ഹുസൈനും ഒക്കെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി അടുത്ത കമ്മിറ്റിയിൽ വെച്ച് അതിന് അനുമതി തരുന്നതോടുകൂടി ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. Bobby Chamanur International Jeweler.